നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവരെ ഗ്യാങ്ങിൽ എനിക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനക്കും വരുത്തുന്നുണ്ട്, എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റം, നിങ്ങളെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട്, എല്ലാവരോടും ചോദിച്ചാൽ അഭിനയിക്കുന്നത്. കാരണം വ്ലോഗാണ്, ഞാൻ പറയാം, അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മളെ അപ്പാട് തെറി വിളിക്കും. അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാം, ശരിക്കും നമ്മളവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്, ബാക്കിയുള്ള 7 ആൾക്കാരും. അത് കുഴപ്പമില്ല, കാരണം അവൻ കാരണമാണ് നമുക്ക് ഒരു 4 ആൾ അറിയുന്നത്. അപ്പോൾ ഓനങ്ങനെ കാണുന്നതുകൊണ്ട് അതിൽ വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓനെ അങ്ങനെ കാണാം, ഓനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓനങ്ങനെ കാണാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക്, എൻ്റെ സിസ്റ്ററുടെ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മാക്കൊരു കാര്യം വരുമ്പോൾ, ഇവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ 2 രൂപ തരണ്ടേ നമുക്കൊരു, മനസ്സിലായോ? നമുക്കൊരു 2 രൂപ തന്നാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ ഒരു 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ലൈഫ് പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിൽ നിന്ന് ഒരു 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കൂലായിരുന്നു, മനസ്സിലായോ? അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി പറഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്തു. മമ്മൂനെയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു, എന്നെ പറ്റാവുന്ന അത്ര യൂസ് ചെയ്തു, നമ്മളൊക്കെ യൂസ് ചെയ്ത് അവൻ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നുകൂടെ, അതെന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിക്കാൻ പൈസ വേണം. നമ്മൾ എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും, ഇത് അവൻ തന്നെ പറഞ്ഞ കാര്യം, എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ജീവിക്കാൻ പൈസ വേണം. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഓന്. എന്നിട്ട് ഓൻ എന്തുകൊണ്ട് നമ്മളോട് ഈ ചതി ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 രൂപ വീട്ടിലേക്ക് അയക്കാനോ, അല്ലെങ്കിൽ പെങ്ങളെ ഒരു ആവശ്യത്തിന് വരുമ്പോൾ തരാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ വീട് ഓട് പൊട്ടി ചോർന്ന് കിടക്കുമ്പോൾ ഇവൻ്റെ ഉമ്മ വേറെ ജോലിക്കൊക്കെ പോകുന്ന, വീട്ടു ജോലിക്കൊക്കെ പോകുന്ന. എന്നോട് ഇനിയിപ്പോൾ അയൽവാസികളും എന്തെങ്കിലും ഉമ്മാക്ക് ഇപ്പോൾ പൈസ കൊടുക്കില്ല. അത് കാരണം കൊടുത്തിട്ട് ഇപ്പോൾ കുറേ മാസമായി. കാരണം 2 മാസം മുമ്പേ ആയിട്ട് കുറേ ആയി കൊടുത്തിട്ട്, കുറേ ആയി. അപ്പോൾ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ ഉമ്മ കടം ചോദിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് 200 രൂപ ഇതാക്കി തരും. കാരണം ഉമ്മേൻ്റെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ അയൽവാസി അവർ പറയും, എന്താ നിൻ്റെ മോന് അടയിലുള്ള എൻ്റെ മോനെ പൈസയുണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരുടെ മൈൻഡിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ പൈസ ഉണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കത്തിലേലും മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും, ഓൻ്റെ ഷൂ തുടക്കലും, ഓൻ്റെ കാറുകളിലും ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മൾ കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, നമുക്ക് കൂടി ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാൽ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഈടെ ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അവൻ ഇതുവരെ 2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപയോ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്?
ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് ചെയ്യും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 റുപ്യ 20 റുപ്യ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 റുപ്യേൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2-2.5 വർഷത്തോളായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എൻ്റെ വില പോകുന്ന കേസാ. ഓൻ്റെ വില പോകുന്ന കേസാ പോലും എൻ്റെ വീടും എൻ്റെ. കാരണം ഞാൻ ഉമ്മ സത്തിട്ട് പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. നിങ്ങൾക്ക് അത്രയും സംശയം, നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ ഞാൻ ഉമ്മ സത്തിട്ട് ഞാൻ പറയാം, ഞാൻ നാളെ തന്നെ ഞാൻ വണ്ടി കയറിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ കാര്യം എല്ലാം ഉമ്മ എന്തായാലും വീഡിയോയിൽ വരില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എൻ്റെ ഉമ്മക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടെയാണ് മറ്റേതാണ്. പക്ഷെ പറ്റും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഓരോരോ അതിർമറന്ന കളിക്കുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തത് ബാക്കിയൊന്നുമില്ല. എൻ്റെ ഉമ്മ പറയുന്നതാണ്. പക്ഷേ ഉമ്മാനോട് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു ആ വിഷമം. കാരണം ഉമ്മാക്ക് നല്ല വിഷമമായി. കാരണം ഇത്രയും കൊല്ലമായിട്ട് ഉമ്മാക്ക് തന്നെ അറിയാം, കാരണം ഉമ്മാക്ക് പൈസ കിട്ടുന്നില്ല. കാരണം ഇതുവരെ ഞാൻ കാരണം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്താ പൈസ ഇല്ലാത്ത എനിക്കിങ്ങനെ പറയാൻ പറ്റൂലല്ലോ, നീ അത് ഇങ്ങനെ ആക്കി നിങ്ങൾക്ക് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ ഗതി കെട്ട് എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു വിഷമം കണ്ട് ഞാൻ ഉമ്മാനോട് തുറന്ന് മൊത്തം അങ്ങ് പറഞ്ഞു. ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, നീ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്, ഇത്ര കേട്ടിട്ട് നീ എന്തിനാ ഒന്നിക്ക് നീ വീട്ടിൽ വരിക, ഒന്നിക്ക് നീ പണിക്ക് പോവുക. ഉമ്മ പറഞ്ഞൊരു കാര്യമുള്ളൂ. പിന്നെ ആ അവസാനം ഇന്നലെ പെരുന്നാൾക്ക് ശേഷം വരെ വരുമ്പോൾ ഒരു ഉറുപ്പ്യ ഉണ്ടായിട്ടില്ല. ഉമ്മ അപ്പുറത്തുനിന്ന് കടമായിട്ട് എനിക്ക് തരും 200 രൂപ. ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഉമ്മാനോട് ഞാൻ പൈസയ്ക്ക് ഞാൻ ചോദിച്ചില്ല. അങ്ങോട്ട് ഞാൻ ഒരു 100 രൂപ പോലും ഞാൻ ഉമ്മാനോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ അത്രയും ഗതി ഇല്ലാത്തതുകൊണ്ട്, കാരണം അത്രയും കൈമിലില്ല.